വത്തിക്കാൻ വോയിസ് എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ വീണ്ടും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകിയ ഒരു സന്ദേശം ദൈവവിളികൾക്കായുള്ള 62ാമത് ആഗോള പ്രാർത്ഥനാ ദിനത്തോടനുബന്ധിച്ച് നൽകിയ സന്ദേശം പറഞ്ഞു തുടങ്ങി. പൂർണ്ണമാക്കാൻ കഴിഞ്ഞില്ല. ഈ ദിനം മെയ് 11 സത്യത്തിൽ ആ പ്രാർത്ഥനാ ദിനം. ഫ്രാൻസിസ് മാർപ്പാപ്പ കാലേ കൂട്ടി എഴുതിയതാണത്. അത് പ്രസിദ്ധീകരിച്ചിരുന്നു. നമ്മളെ മരണശേഷമാണ് അത് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. പുതിയ പിതാവിൻ്റെ, പരിശുദ്ധ പിതാവിൻ്റെ ലയോ 14 സന്ദേശങ്ങൾ നമുക്ക് തുടർന്ന് അവതരിപ്പിക്കാം. ദൈവവിളി വളരെ ഗൗരവപൂർവം കണ്ടുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും അതേപ്പറ്റി സംസാരിച്ചിട്ടുള്ളത്. അതിനെ വിവേചിക്കാനും ഓരോ വ്യക്തിയും സുവിശേഷത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിനോട് പ്രാർത്ഥിച്ച് തീരുമാനമെടുക്കാനും ഒക്കെയുള്ള ആഹ്വാനം നിരന്തരം നൽകുന്നുണ്ട്. ദൈവവിളി എന്ന പദത്തെ ചുരുക്കി കാണരുത്. വെറും വൈദികരാകാനോ സന്യസ്തരാകാനോ ഉള്ള വിളിയായി അതിനെ ചുരുക്കരുത്. ഏതു അന്തസ്സും ഏതു ദൗത്യവും ഒരു വിളിയാണ്. നമ്മെ തന്നെ അർപ്പിക്കാനുള്ള, ഔദാര്യപൂർവ്വം കൊടുക്കാനുള്ള, സ്നേഹിക്കാനുള്ള ഒരു വിളിയാണ് എന്ന കാര്യമാണ് പരിശുദ്ധ പിതാവ് ഊന്നിപ്പറയുന്നത്. വൈദികരെ ആവശ്യമുണ്ട്, സന്യസ്തരെ ആവശ്യമുണ്ട്, രാഷ്ട്രീയക്കാരെ നമുക്ക് ആവശ്യമുണ്ട്, ഡോക്ടർമാരെ നമുക്ക് ആവശ്യമുണ്ട്, എഞ്ചിനീയർമാരെ ഇതെല്ലാം ദൈവത്തിൻ്റെ സേവനത്തിൽ തങ്ങളെ തന്നെ അർപ്പിക്കാനുള്ള ഒന്നായി കാണുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേക്കാണ് ഊന്നൽ കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാൻ നമ്മോട് പറയുന്നത്. പരിശുദ്ധ പിതാവിൻ്റെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഒരു വലിയ പ്രത്യേകതയായിരുന്നല്ലോ, അദ്ദേഹം എപ്പോൾ ആളുകളെ കണ്ടാലും, എപ്പോൾ ഒരു ഓഡിയൻസ് നടത്തിയാലും അവൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. എന്തിനായിരുന്നു അത്? തൻ്റെ ദൗത്യം വിജയപ്രദമായി ഭംഗിയായി ചെയ്യുന്നതിന് വേണ്ട കൃപയ്ക്കായിട്ടാണ്. നമ്മളും അതുകൊണ്ട് ദൈവവിളി തിരഞ്ഞെടുക്കുമ്പോഴും, നമ്മുടെ ദൗത്യം തിരഞ്ഞെടുക്കുമ്പോഴും ഈ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന കാര്യം മറക്കരുത്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ ആദ്യ ഭാഗം, പരിശുദ്ധ പിതാവിൻ്റെ സന്ദേശത്തിൻ്റെ ആദ്യ ഭാഗം അവതരിപ്പിക്കുകയുണ്ടായി. ഈ ചിന്തകളാണ് നൽകപ്പെട്ടത്. നമ്മുടെ ദൈവവിളിയുടെ പാത വിവേചിച്ചറിയുന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമുക്ക് പറയാനുള്ളത്. പരിശുദ്ധ പിതാവിൻ്റെ ആ സന്ദേശത്തിൻ്റെ 2ാം ഭാഗമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. തുടർച്ചയായിട്ട് നമ്മൾ വരികയാണ്. വിവേചിച്ചറിയലിൻ്റെ ഒരു അതൊരു സഞ്ചാരമാണ്, ഒരു യാത്രയായിട്ടാണ് പരിശുദ്ധ പിതാവ് എപ്പോഴും പറയുന്നത്. അനന്തരഫലമായിട്ടാണ്, അറിയലിൻ്റെ ഒരു ഫലമായിട്ടാണ് നമ്മുടെ ദൈവവിളി നാം കണ്ടെത്തുന്നത്. അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താതെ പോകും. യഥാർത്ഥ ദൈവവിളി, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്? പലപ്പോഴും നമ്മളത് പൂർത്തീകരിക്കാതെയാണ്, നിറവേറ്റാതെയാണ് ഈ ലോകത്ത് നിന്ന് കടന്നു പോകുന്നത്. വരുന്നിടത്ത് വെച്ച് കാണുന്നു. ദൈവം ആഗ്രഹിച്ചതാണോ അതേ എന്ന് നമ്മൾ വിവേചിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. എന്നാൽ ആ യാത്ര, ആ സഞ്ചാരം ഒറ്റയ്ക്കല്ല എന്ന കാര്യം മാർപ്പാപ്പ എടുത്തു പറയുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ എപ്പോഴും നമ്മൾ ഒറ്റയ്ക്കല്ല, ഒറ്റയ്ക്ക് ആർക്കും തങ്ങളെ തന്നെ രക്ഷിക്കാനാവില്ല. സഭയിലാണ്, സമൂഹത്തിലാണ് നാം രക്ഷിക്കപ്പെടുന്നത്, മറ്റുള്ളവരോട് കൂടെയാണ് രക്ഷിക്കപ്പെടുന്നത്. ദൈവവിളിയും സാക്ഷാത്കരിക്കപ്പെടുന്നതും കണ്ടെത്തുന്നതുമെല്ലാം മറ്റുള്ളവരോടും കൂടെ ചേർന്നാണ്, ഒറ്റയ്ക്കല്ല. അത് വികസിതമാകുന്നത് ഒരു ക്രൈസ്തവ സമൂഹത്തിലാണ് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. ആകയാൽ അത് ആ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാണ്. ഒരു സമൂഹത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വരങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി പറയുമല്ലോ, ദാനങ്ങൾ ഉപയോഗിക്കുന്നതിനെ പറ്റി പറയുമല്ലോ. നമ്മുടെ ജീവിതമാകുന്ന ദാനം അത് ഒരു സമൂഹത്തിലാണ് ഉപയോഗിക്കുന്നത്, സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കാണ്, നന്മയ്ക്കാണ്. പ്രിയ സുഹൃത്തുക്കളെ, മാർപ്പാപ്പ പറയുകയാണ്, തിടുക്കത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ
ലോകം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു. ലോകത്തിൻ്റെ ഗതി അതാണ്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞാൽ അത് തീരുമാനിക്കാനാണ് പറയുന്നത്. ഇവിടെ മാർപ്പാപ്പ പറയുന്നു, നിങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കുന്ന, ദൈവത്തോട് തുറന്നിരിക്കുന്ന നിശബ്ദത അനുഭവിക്കുന്നതിൽ നിന്നാണ് നിരന്തരമുള്ള ഗർജനം വഴി നിങ്ങൾ തടസ്സപ്പെടുത്തപ്പെടുന്നു ഉണ്ട്. അപ്പം അതിനുകൊണ്ട് നിശബ്ദതയിലേക്ക് പോകണമെന്ന് പരിശുദ്ധ പിതാവ് ഈ കാര്യത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവം സംസാരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുക. അതുകൊണ്ട് ദൈവത്തോട് തുറന്നിരിക്കുന്ന ഒന്ന് നിശബ്ദതയാണ്. അവനെ തടസ്സപ്പെടുത്തുന്നത് ഒച്ചയാണ്, ബഹളമാണ്, വലിയ ഗർജനങ്ങളാണ് ചുറ്റും കാണുന്നത്. പലതരത്തിലുള്ള സ്വരങ്ങൾ കാരണം, ഗർജനങ്ങൾ കാരണം നമുക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ സാധിക്കാതെ പോകുന്ന അനുഭവമുണ്ട് എന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അതുകൊണ്ട് മാർപ്പാപ്പയുടെ നിർദ്ദേശം ഇതാണ്: അല്പനേരം നമ്മുടെ ഈ തിടുക്കത്തിന്, ഓട്ടത്തിന് ഒരു വിരാമമിടുക. അതിന് നിങ്ങൾ ധൈര്യം കാണിക്കുക എന്നാണ്. എല്ലാവർക്കും വേണം. അതാണ് ഒന്ന് മാർപ്പാപ്പ പറയുന്നത്. അത് നിങ്ങളുടെ ഹൃദയം നിങ്ങളോട് എന്ത് പറയുന്നു എന്ന് കേൾക്കാനാണ് ഒരു കാര്യം. അങ്ങനെ ശാന്തതയിൽ വരുമ്പോഴേ ദൈവം എന്താ പറയുന്നത് നമ്മൾ കേൾക്കുകയുള്ളൂ. പിന്നെ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കാനുമാണ് നിശബ്ദതയിലേക്ക് പോകാൻ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ ഒരു കാര്യം നിശബ്ദതയാണ്. നമുക്ക് നിശബ്ദത വേണം. പ്രാർത്ഥനയിലെ നിശബ്ദത അനിവാര്യമാണ്. മാർപ്പാപ്പ പറയുന്നു, എസെൻഷ്യലാണ്, ഒഴിച്ചുകൂടാനാവാത്തതാണ്. നമ്മുടെ ജീവിതങ്ങളുടെ പ്രത്യേക സാഹചര്യങ്ങളുടെ മധ്യേ ദൈവത്തിൻ്റെ വിളി കേൾക്കാൻ പഠിക്കാനും, അത് നമ്മൾ പഠിക്കണം. ജീവിതത്തിൻ്റെ ഓട്ടത്തിൽ, ആ സങ്കീർണമായ പശ്ചാത്തലത്തിൽ ദൈവത്തിൻ്റെ വിളി കേൾക്കാൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അവന് ബോധപൂർവവും സ്വതന്ത്രവുമായ രീതിയിൽ പ്രത്യുത്തരം നൽകാനും നമുക്ക് കഴിയണം. അതിന് പ്രാർത്ഥന ഒഴിച്ചുകൂടാനാവാത്തതാണ്. അത് മാർപ്പാപ്പ നമ്മോട് പറയുന്നത്. ജീവിതത്തെ ഒരു സമഗ്രതയിൽ, സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകുന്നതിന് പോലും നമുക്ക് നിശബ്ദത ആവശ്യമാണ്. നിശബ്ദത നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ലോകമാണ് ഇന്ന്. കാര്യം നമ്മൾ ഗൗരവപൂർവ്വം പര്യാലോചിക്കണം. നമുക്കെല്ലാവർക്കും, മാർപ്പാപ്പ തുടരുന്നു, പ്രത്യാശയുടെ തീർത്ഥാടകരായി തീരാൻ സാധിക്കുമെന്ന്. നമ്മളെല്ലാം ഈ കൊല്ലം പ്രത്യേകിച്ച് മാർപ്പാപ്പ നമ്മോട് പറയുന്നത് നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരാകാനാണ്. മഹാജൂബിലിയുടെ ഒരു സന്ദേശമാണത്. മാർപ്പാപ്പ നമുക്ക് നൽകിയിട്ട് പോയിട്ടുള്ള സന്ദേശമാണ്. അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. ഈ ജൂബിലി വർഷം ആരംഭിച്ചത് ഈ ഒരു ലക്ഷ്യത്തോടെയാണ്. അപ്പോൾ നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരായിരിക്കാൻ സാധിക്കുമെന്ന് നമ്മളെ സഹായിക്കുന്നത് പ്രാർത്ഥനാപൂർവമായ ധ്യാനമാണ്. കോണ്ടംപ്ലേഷൻ, മെഡിറ്റേഷൻ നമുക്ക് ആവശ്യമാണ്. അത് സാധ്യമാകുന്നത് നാം നമ്മുടെ ജീവിതങ്ങളെ ഒരു ദാനമായി സമർപ്പിക്കുമ്പോഴുമാണ്. അപ്പോൾ ഈ മനസ്സിലാക്കി തരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടതാണ്, ജീവിതം ഒരു ദാനമായി നമ്മൾ അർപ്പിക്കാനുള്ളതാണ്, കൊടുക്കാനുള്ളതാണ്, മറ്റുള്ളവർക്കായി ജീവിക്കാനുള്ളതാണ് എന്നതുകൊണ്ടാണ് അത് നമ്മൾ ചെയ്യാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അതായത് ലോകത്തിൻ്റെ ഭൗതികവും അസ്തിത്വപരവുമായ പ്രാന്തപ്രദേശങ്ങളിൽ വസിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി നാം നമ്മെ തന്നെ എല്ലാറ്റിനും ഉപരിയായി പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ദാനമാക്കി മാറ്റുന്നത്. മാർപ്പാപ്പ ജീവിക്കാൻ ശ്രമിച്ചതും എപ്പോഴും പറഞ്ഞതുമായ കാര്യമാണിത്. ലോകത്തിൻ്റെ ഈ ഭൗതിക ലോകത്തിൽ അസ്തിത്വപരമായ അവഗണിക്കപ്പെടുന്ന ആളുകൾ, അരികുകളിലേക്ക് മാറ്റി നിർത്തപ്പെടുന്ന ആളുകൾ, രോഗികൾ, ഏകാന്തതയിൽ കഴിയുന്നവർ, വേദനിക്കുന്നവർ, ചൂഷണം ചെയ്യപ്പെടുന്നവർ, ദരിദ്രർ, അപ്പം അങ്ങനെയുള്ള ആളുകളിലേക്ക് ജീവിതത്തെ അസ്തിത്വപരമായ പ്രാന്തപ്രദേശങ്ങളിൽ, അതിരുകളിലാണ് വസിക്കുന്നവരുടെ ശുശ്രൂഷയ്ക്കായി നാം നമ്മെ തന്നെ എല്ലാറ്റിലും ഉപരിയായി പ്രതിഷ്ഠിക്കുമ്പോഴാണ് നമ്മൾ നമ്മുടെ ജീവിതത്തെ ഒരു ദാനമാക്കി മാറ്റുന്നത്. മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൻ്റെ അർത്ഥം ആ തരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണ്? അടിസ്ഥാനപരമായ അർത്ഥം എന്താണ്? അതാണ് ഒഴിവാക്കപ്പെട്ടവരും
മുറിവേറ്റവരും തിരസ്കൃതരുമായി അനുഭവപ്പെടുന്ന നമ്മുടെ ഒട്ടനവധി സഹോദരീ സഹോദരന്മാരുടെ രോദനം, കരച്ചിൽ കേട്ടില്ലെന്ന് നടിക്കാൻ ദൈവത്തിൻ്റെ വിളി കേൾക്കുന്നവർക്ക് ആവില്ല എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ വിളി കേട്ടിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ളവരെ അവരുടെ കരച്ചിൽ കാണാതെ പോകാൻ സാധിക്കില്ല എന്നതാണ് അതിൻ്റെ അർത്ഥം. എവിടെയൊക്കെ പ്രകാശവും സമാശ്വാസവും ഏറ്റവും ആവശ്യമായിരിക്കുന്നുവോ അവിടെയൊക്കെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായി മാറുക എന്ന നമ്മുടെ ദൗത്യത്തിൽ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കർത്താവിൻ്റെ സാന്നിധ്യം ഇന്ന് കൊടുക്കേണ്ടത് നമ്മളിലൂടെയാണ്. ആ മാറുക എന്ന ദൗത്യത്തിൽ നമ്മുടെ വിളി നമ്മെ ഉറപ്പിച്ച് നിർത്തുകയാണ്. അവർക്ക് വേണ്ടി സമർപ്പിക്കുമ്പോഴാണ് നമ്മുടെ വിളിയിൽ നമ്മൾ സ്ഥിരമായി നിൽക്കുന്നത്. വളരെ സവിശേഷമായ വിധത്തിൽ പറഞ്ഞാൽ, തങ്ങളുടെ സാമൂഹികവും ഉദ്യോഗപരവുമായ പ്രതിജ്ഞാബദ്ധത വഴിയായി ദൈവരാജ്യത്തിൻ്റെ ഉപ്പും പ്രകാശവും പുളിമാവുമാകാൻ അൽമായരായ ആളുകൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. വൈദികർ എല്ലാവർക്കും ചുമതലയുണ്ട്, അൽമായരെ പറ്റി പറയാം. അപ്പോൾ ആ ഒരു ദൗത്യം അൽമായ വിശ്വാസികൾ പ്രത്യേകം ഉൾക്കൊള്ളണം. തങ്ങളുടെ സാമൂഹികമായ ദൗത്യം നിർവഹിക്കുന്നത് അവരാണ്. ഉദ്യോഗപരമായ ജോലികളിൽ വ്യാപൃതരാകുന്നത് അവരാണ്. അവിടെല്ലാം ദൈവരാജ്യത്തെപ്പറ്റി 3 ഉപമകൾ പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളാണ് മാർപ്പാപ്പ ഇവിടെ എടുത്തു പറയുന്നത്. ഉപ്പാകണം, ദൈവരാജ്യത്തിന് ഉപ്പാകണം. ദൈവരാജ്യത്തിൻ്റെ ഉപ്പാവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്കറിയാം, രുചി പകരുന്നവരാകണം, മറ്റുള്ളവരെ നശിപ്പിക്കാതെ കാത്തു സൂക്ഷിക്കുന്നവരാകണം, പരിശുദ്ധമായി ജീവിക്കണം. ഇതൊക്കെ ഉപ്പാവുക എന്ന് പറയുമ്പോൾ അർത്ഥമുണ്ട്. അൽമായ വിശ്വാസികളോട് മാർപ്പാപ്പ പറയുകയാണ്, ലോകത്തിൻ്റെ പ്രകാശമാണ് നിങ്ങൾ എന്ന് പറഞ്ഞതാണ്. പ്രകാശമായി മാറണം, അന്ധകാരത്തെ ദൂരീകരിക്കുന്ന ആളുകളായി മാറണം, പ്രകാശം സ്നേഹം കൊണ്ടുവരുന്നവരാകണം. സത്യത്തിൽ പ്രകാശത്തിലായിരിക്കുന്നവർ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ അത് സ്നേഹമാണ്, സ്നേഹത്തിലായിരിക്കുക എന്നതാണ്. പുളിമാവ്, മറ്റുള്ളവരെ അവരെ പുളിമാവാക്കി തീർക്കുന്നവരാണ്. നമ്മളും പുളിമാവാണ്, അവർക്ക് അത് കൊടുക്കണം, അതിനെ പുളിപ്പിക്കുന്നവരായി തീരണം. അതാണ് അൽമായ വിശ്വാസികളുടെ ചുമതലയാണ്. അതുകൊണ്ടാണ് അൽമായ വിശ്വാസികൾ എന്ന് പറയുന്നത് ലോകത്തിൽ ജീവിക്കുന്നവരാണ്, ലോകത്തെ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങൾ കൊണ്ട് പരിപൂരിതരാക്കുന്നവരാണ് അവരെന്ന് 2-ാം വത്തിക്കാൻ കൗൺസിലൊക്കെ പഠിപ്പിക്കുന്നത്. അതിനെ സുവിശേഷ മൂല്യങ്ങൾ കൊണ്ട് നിറയ്ക്കുന്നവരാണ്, അത് ഓർക്കണം. ഇതാണ് മാർപ്പാപ്പ ഒരാശയം പറയുന്നത്. ഇനി മറ്റൊരു പോയിൻ്റ് മാർപ്പാപ്പ ഈ പ്രാർത്ഥനാ ദിനത്തിൽ നമ്മുടെ ചിന്തയ്ക്കായി വയ്ക്കുന്നത്, ഈ ദൈവവിളികളെ അനുഗമനം ചെയ്യുന്ന അക്കമ്പനി ചെയ്യുന്ന കാര്യത്തെ പറ്റിയാണ്. അത് മുതിർന്നവരാണ് ചെയ്യേണ്ടത്, അല്ലെ പുരോഹിതരാണ് ചെയ്യേണ്ടത്, അധ്യാപകരാണ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണല്ലോ അവരെ, ഈ ചെറുപ്പക്കാരെ പ്രത്യേകിച്ച് അവരെ അനുഗമനം ചെയ്യേണ്ടത്. അജപാലകരും ദൈവവിളി നിയന്താക്കളും വൊക്കേഷൻ ഡയറക്ടേഴ്സാണ്. ഏറെ പ്രത്യേകിച്ച് ആധ്യാത്മിക ഗുരുക്കന്മാർ താല്പര്യപൂർവ്വം യുവജനങ്ങളെ എന്തു ചെയ്യണം? പ്രത്യാശയിലും ക്ഷമയിലും ആശ്രയബോധത്തിലും അനുഗമനം ചെയ്യണം. അവരെ നിരാശപ്പെടുത്തരുത്, അവർക്ക് പ്രത്യാശ പകർന്നു കൊടുക്കാൻ ശ്രദ്ധിക്കണം, അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ അവരോട് ക്ഷമിക്കണം, ആശ്രയബോധത്തിൽ ജീവിക്കാൻ അവരെ പഠിപ്പിക്കണം. അത് പ്രധാനപ്പെട്ട ചുമതലയാണ് അജപാലകരുടെ, ദൈവവിളി നിയന്താക്കളുടെ, ആധ്യാത്മിക ഗുരുക്കന്മാരുടെ. ആ ഒരു ദൗത്യം ഈ കാലഘട്ടത്തിൽ ഏറ്റെടുക്കാൻ സാധിക്കണമെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അതുവഴി നമ്മൾ എന്താ ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ തന്നെ ബോധന വിദ്യയാണ്, പടഗോജി. അങ്ങനെയാണ് ദൈവം നമ്മളോട് ക്ഷമ കാണിക്കുന്നു, നമ്മളോട് ക്ഷമിക്കുന്നു, നമ്മളെ അനുധാപനം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് എന്ന് കർത്താവ് പറയുന്നുണ്ടല്ലോ എപ്പോഴും. അതാണ്. പിന്നെ പ്രത്യാശ നൽകുന്നു, നിരാശരാകാതിരിക്കാൻ, ഭയപ്പെടാതിരിക്കാൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നു. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ദൈവത്തിൻ്റെ ഒരു രീതിയാണ്, അത് നമ്മളിലൂടെയാണ് പ്രകടമാകേണ്ടത്, പ്രത്യേകിച്ച് മുതിർന്നവരിലൂടെ, പക്വതയുള്ളവരിലൂടെ. യുവജനങ്ങളെ ആദരപൂർവവും സഹിഷ്ണുതയോടും ശ്രവിക്കുന്നതിന് ഈ പറയുന്ന ആളുകൾ, പുരോഹിതരും
ആധ്യാത്മിക ഗുരുക്കന്മാരുമൊക്കെ തയ്യാറായിരിക്കണം അവരെ ശ്രമിക്കാൻ. അവർ വിശ്വാസമർപ്പിക്കാൻ കഴിയുന്നവരും ജ്ഞാനികളും സഹായികളായ നേതാക്കളും തങ്ങളുടെ സഞ്ചാരത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങൾ എപ്പോഴും തിരിച്ചറിയാൻ കഴിവുള്ളവരുമായി യുവജനങ്ങൾക്ക് അവരെക്കുറിച്ച് തോന്നേണ്ടിയിരിക്കുന്നു. മറ്റവരെ സഹായിക്കാൻ പോകുന്ന ആളുകൾ സഹായിക്കാൻ കഴിവുള്ളവരാണ് എന്ന് നമ്മുടെ യുവജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുമാറ് ജീവിക്കാൻ സാധിക്കണമെന്നാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ജ്ഞാനികളാകണം, അറിവുണ്ടാകണം ലോകത്തെക്കുറിച്ച്, വിശ്വസ്തരായിരിക്കണം, അത് പ്രധാനമാണ്. അപ്പം അതുകൊണ്ട് ആ തരത്തിൽ തങ്ങളെ തന്നെ കഴിവുറ്റവരാക്കി തീർക്കുക, പാഠവമുള്ളവരാക്കി തീർക്കുക എന്നതാണ് ഒരാവശ്യം പരിശുദ്ധ പിതാവ് നമുക്ക് ചൂണ്ടിക്കാട്ടുന്നത്. പ്രായോഗികമായ കാര്യമാണിത് എന്നത് നമുക്കറിയാം. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും പ്രവർത്തന മേഖലകളിലുമുള്ള ദൈവവിളികളെ പരിപോഷിപ്പിക്കാനായി എല്ലാത്തരം ശ്രമങ്ങളും കൈക്കൊള്ളണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും, ഞാൻ മുമ്പേ ഒന്ന് സൂചിപ്പിച്ചിരുന്നു, അത് പ്രവർത്തന മേഖലകളിലുമുള്ള ദൈവവിളികളെ ഏത് കാര്യം ചെയ്യുന്നിടത്തും അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാ ശ്രമങ്ങളും നമ്മുടെ മുതിർന്നവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് പറയുക. അതുകൊണ്ട് യുവജനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാനുള്ള ഒരു ഉപദേശമാണ് ഇവിടെ നൽകപ്പെടുന്നത്. അങ്ങനെ കർത്താവിൻ്റെ ശബ്ദത്തോടെ ആത്മീയമായ തുറവ് കാട്ടാൻ വ്യക്തികൾ സഹായിക്കപ്പെടണം. പറഞ്ഞല്ലോ, കർത്താവിൻ്റെ സ്വരം കേൾക്കുക, കർത്താവിൻ്റെ ഇഷ്ടം അറിയുകയാണ്. അവനോട് തുറവുള്ളവരായി യുവജനം കടന്നു വരണം, അതാണ് പ്രധാനം. അതിനാൽ വിദ്യാഭ്യാസപരവും അജപാലനപരവുമായ പദ്ധതി തയ്യാറാക്കുമ്പോൾ അവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കേണ്ട ശ്രദ്ധയുണ്ട്, കെയറുണ്ട്. അവിടെയെല്ലാം ദൈവവിളികളെ അനുഗമനം ചെയ്യാൻ അനുയുക്തമായ നടപടിക്രമങ്ങൾ ഉൾച്ചേർക്കേണ്ടതും ആവശ്യമാണ്. നമ്മൾ ദൈവവിളി പ്രോത്സാഹനം വരുന്നത് അങ്ങനെയാണ്. അതിന് പറ്റുന്ന കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യുന്ന എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിലും അജപാലന ശ്രദ്ധയിലും ദൈവവിളിയെ സ്വീകരിക്കാൻ, ദൈവം അവർക്കായി നൽകിയിരിക്കുന്ന വിളി എന്ത് എന്ന് അവരെ ചൂണ്ടിക്കാട്ടി അവരെ നയിച്ച് നിയന്ത്രണം നടത്തി അവരെ മാർഗനിർദ്ദേശം നൽകി കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കണം. അടുത്ത പോയിന്റ് മാർപ്പാപ്പ പറയുന്നത്, ആത്മവിശ്വാസത്തോടും പ്രത്യാശയോടും കർത്താവിനോട് അതേ എന്ന് പറയാൻ കഴിവുള്ള അജപാലകരെയും സമർപ്പിതരെയും പ്രേക്ഷിതരെയും വിവാഹിതരെയും സഭയ്ക്ക് ആവശ്യമുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. ആത്മവിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവിനോട് അതേ എന്ന് പറയാൻ, യെസ് പറയാൻ കഴിവുള്ള അജപാലകരെയും സമർപ്പിതരെയും പ്രേക്ഷിതരെയും വിവാഹിതരെയും സഭയ്ക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അവരെ പ്രാപ്തരാക്കുകയാണ് യുവജനങ്ങളെ, ഇങ്ങനെയുള്ള ആളുകളെ, പ്രത്യാശയോടെ കർത്താവിനോട് യെസ് പറഞ്ഞ് ജീവിക്കുന്ന ആളുകളെ രൂപപ്പെടുത്തുകയാണ്. ഒരു ദൈവവിളി എന്നത് ഹൃദയത്തിൻ്റെ അഗാധത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കേണ്ട ഒരു നിധിയല്ല. അതവിടെ ഇരുന്നാൽ മാത്രം പോരാ, മറിച്ച് വിശ്വസിക്കുകയും സ്നേഹിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്ന ഒരു സഭാസമൂഹത്തിൽ അത് വളരുകയും ബലപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നു. അത് ഒളിച്ചു വെച്ചാൽ പോരാ നിധി. നമുക്കറിയാമല്ലോ, കിട്ടിയ താലന്ത് കുഴിച്ചു വച്ചിരിക്കുന്ന ആള് കുഴിച്ചു വച്ചിരുന്നാൽ മാത്രം പോരാ, അതിനെ വളരാൻ സഹായിക്കണം, ബലപ്പെടുത്തണം എന്നതാണ് ആവശ്യം. പ്രത്യാശിക്കാനും സ്നേഹിക്കാനും കഴിവുള്ള ആളുകളായി അവർ രൂപാന്തരപ്പെടണം. ഒരാൾക്കും ഒറ്റയ്ക്ക് ദൈവത്തിൻ്റെ വിളിയോട് പ്രത്യുത്തരിക്കാനാവില്ല എന്ന് വീണ്ടും പരിശുദ്ധ പിതാവ് പറയുകയാണ്. ഒറ്റയ്ക്കല്ല, ഒരാൾക്കും ഒറ്റയ്ക്ക് പറ്റില്ല. എന്തെന്നാൽ നമുക്കെല്ലാവർക്കും നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ പ്രാർത്ഥനയും പിന്തുണയും ആവശ്യമുണ്ട്. മറ്റുള്ളവരുടെ പിന്തുണയിലൂടെയേ ഇത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ പിതാവ് തൻ്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സഭ പുതിയ ദൈവവിളികൾക്ക് ജന്മം നൽകുമ്പോൾ അവൾ സജീവവും ഫലദായകവും ആവുകയാണ് ചെയ്യുന്നത്. ഓരോ കാലഘട്ടത്തിനും അനുസരിച്ചുള്ള ദൈവവിളികൾ ഉണ്ടാകണം. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു ദാനമാണ്, വരമാണ്.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് സഭ സജീവമാകുന്നത്, ആക്റ്റീവാകും. സഭയെ ആക്റ്റീവാക്കാനുള്ള കർമ്മപരിപാടികൾ കരുപ്പിടിപ്പിക്കുന്നത് വഴിയാണ് അത് ഫലദായകയായി തീരുന്നത്. പലപ്പോഴും മാർപ്പാപ്പ പറയുകയാണ്, നമ്മുടെ ലോകം അതറിയാതെ തന്നെ പ്രത്യാശയുടെ സാക്ഷികളെ അന്വേഷിക്കുന്നുണ്ട്. ഒത്തിരി നെഗറ്റിവിറ്റി ലോകത്തുണ്ട്. കുറ്റം പറച്ചിലുകളും എല്ലാം തകർക്കലുകളും നിഷേധാത്മകതയാണ്. അതുകൊണ്ടാണ് പ്രത്യാശയുടെ സാക്ഷികളെയാണ് ഇന്ന് ലോകം ചിലപ്പോൾ ബോധപൂർവം അല്ലായിരിക്കും, അറിയാതെ തന്നെ അവരന്വേഷിക്കുകയാണ്. ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടമാണെന്ന് അപ്രകാരമുള്ളവർ തങ്ങളുടെ ജീവിതങ്ങൾ വഴി പ്രഘോഷിക്കുകയാണ്. അതിന് ഈ ഒരു തലത്തിലേക്ക് ഉയരത്തക്ക രീതിയിൽ കാര്യങ്ങൾ നീക്കാനാണ് പരിശുദ്ധ പിതാവ് പറയുന്നത്. ഞാൻ പറഞ്ഞു, സുവിശേഷത്തിൻ്റെ സന്തോഷം എന്ന പാപ്പയുടെ ആ എന്നാ പറയുന്ന മാസ്റ്റർ പീസായ ആ രേഖയിൽ നമ്മളോട് പറയുന്ന കാര്യമാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്ന യഥാർത്ഥ സന്തോഷത്തിൻ്റെ ഉറവിടമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. അതല്ലേ ശരി? അത് നമ്മൾ പ്രഘോഷിക്കുന്നത് ഇത് ജീവിക്കുന്ന ആളുകൾ വഴിയാണ്. അത് ജീവിക്കാൻ പ്രാപ്തരായ ആളുകൾ എല്ലാവരെയും അതിലേക്ക് നയിക്കുന്നത് ഒരു കൂട്ടായ പ്രവർത്തനമായി രൂപാന്തരപ്പെടണം. അതിനാൽ തൻ്റെ വിളവിലേക്ക് പുതിയ ജോലിക്കാരെ അയക്കണമേ എന്ന് കർത്താവിനോട് അപേക്ഷിക്കുന്നതിൽ നാം ക്ഷീണിതരാകരുത്, നാം മടുക്കരുത്. എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം, തൻ്റെ വിളവിലേക്ക് പുതിയ ജോലിക്കാരെ അയക്കണമേ എന്ന്. അതാണല്ലോ കർത്താവ് തന്നെ ആവശ്യപ്പെട്ടത്. വിളവ് ധാരാളം, വേലക്കാര് ചുരുക്കം. അപ്പം നമുക്ക് ആ വിളവ് വർദ്ധിപ്പിക്കത്തക്ക രീതിയിലുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകളെ വാർത്തെടുക്കുക എന്ന ദൗത്യത്തെ പറ്റിയാണ് പാപ്പ ഇപ്പം നമ്മോട് പറയുന്നത്. വലിയ സ്നേഹത്തോടെ അവിടുന്ന് തുടർന്നും അവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. യുവജനങ്ങളെ എല്ലാം വിളിക്കുന്നുണ്ട്, വിളി കേൾക്കാതെ പോകുന്നു എന്ന് മാർപ്പാപ്പ പരിതപിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട യുവജനങ്ങളെ, കർത്താവിനെ പിഞ്ചെല്ലാനുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ ഞാൻ സഭയുടെ മാതാവും ദൈവവിളികളുടെ മാതാവുമായ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യത്തിന് ഭരമേൽപ്പിക്കുന്നു എന്ന് പറയുകയാണ്. സഭയുടെ മാതാവാണ്. മാതാവ് നിങ്ങളെ കാത്തു സംരക്ഷിക്കട്ടെ ഈ ദൈവവിളികൾ പിഞ്ചെല്ലാനായിട്ട്. സുവിശേഷത്തിൻ്റെ പാതയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി മുന്നേറിക്കൊണ്ടിരിക്കുക എന്നാണ് മാർപ്പാപ്പ ചെറുപ്പക്കാരോട് പറയുന്നത്. സുവിശേഷത്തിൻ്റെ പാതയിൽ എപ്പോഴും സുവിശേഷം മുറുകെ പിടിക്കണം, പ്രത്യാശയുടെ തീർത്ഥാടകരായി മുന്നേറുക. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ സുവിശേഷം ജീവിച്ചൊരു വ്യക്തിയാണ്. മൂർത്തമായി ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ പരിശ്രമിച്ച വളരെ വിജയിച്ച മാർപ്പാപ്പയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആത്മാർത്ഥമായി നമ്മോട് പറയാൻ സാധിക്കും, സുവിശേഷത്തിൻ്റെ പാതയിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി മുന്നേറിക്കൊണ്ടിരിക്കുക എന്ന്. അത് ജീവിക്കാൻ അവന് എല്ലാവരെയും ആശീർവദിച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഈ സന്ദേശം ഉപസംഹരിക്കുന്നു. അദ്ദേഹം തനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ഇതിലും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആശീർവദിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം സ്വർഗത്തിലിരുന്നാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും ഒരു മധ്യസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ജീവിതം നമുക്ക് എപ്പോഴും വഴികാട്ടിയാകട്ടെ, പ്രകാശമാകട്ടെ, എന്ന് ആശംസിക്കുന്നു. നമുക്ക് പുതിയ പരിശുദ്ധ പിതാവിൻ്റെ ലയോ 14 സന്ദേശങ്ങളായിരിക്കും തുടർന്ന് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നമുക്ക് വാക്കുകൾ കാത്തിരിക്കാം. അദ്ദേഹത്തിൻ്റെ ശക്തമായ പ്രബോധനങ്ങൾ കേൾക്കാൻ നമുക്ക് ഇടയാകട്ടെ. എല്ലാവർക്കും എല്ലാ നന്മകളും സ്നേഹത്തോടെ ആശംസിക്കുന്നു. പുതിയ പിതാവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയോട് മാധ്യസ്ഥ്യം യാചിക്കുകയും ചെയ്യാം.